ഹലോ, വെൽക്കം ടു അവിയൽ പ്ലാനറ്റ്. വിപിനാണ്. നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട്. കാരണം സാധാരണ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ അവിടെ പെയ്യാറില്ല. നമ്മളപ്പോൾ രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. നമ്മളെ വീടാണേ. നമ്മുടെ വീട്ടില് ചെടികളാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 100ഓളം ചെടികൾ നമുക്കുണ്ട്. അത് മുഴുവൻ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല, കാരണം ഒരുപാട് ലെങ്ത് ആവും. അപ്പം നമ്മൾ 2-3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികളുണ്ട്. ഇത് സാധാരണ ഇൻഡോർ ആയിട്ട് വെക്കുന്ന ചെടികളാണ്. അപ്പോൾ ഈ ചെടികളെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയാം, നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രോൺ എന്നാണ്. ഇത് ഒരു ഹാർഡ് ടു കിൽ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എത്ര ഒരു എക്സ്ട്രീം കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. നമ്മളിപ്പോൾ ഒരു 2 ആഴ്ച വെള്ളം നനച്ചില്ല എന്ന് വെച്ചാലും ഇതിനൊരു പ്രത്യേക പ്രശ്നം വരില്ല. അത് മാത്രമല്ല, ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നാലും ഇതിന് കുഴപ്പം, വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം നമ്മളിത് കൊണ്ടുവന്നത് ഒരു ചെറിയൊരു കഷ്ണമായിരുന്നു കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ അടുക്കളയിലെ പൈപ്പ് ഉണ്ടല്ലോ, ഈ പുകക്കുഴൽ, അത് പിന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഗതി ചെയ്തിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു ഇതേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഭയങ്കര ബുഷിയായിട്ട് വളർന്നിട്ടുണ്ടാകും. ഞാൻ ഈ പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്നതേ നമ്മളെ തിരുവനന്തപുരം സൂയുടെ മുമ്പിൽ ഒരു മരക്കുറ്റിയിൽ ഈ ഒരു ചെടിയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് തവണ അവിടെ പോയപ്പോഴും അതിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് എനിക്കൊന്നും നനയ്ക്കലൊന്നും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞ ഹാർഡ് ടു കില്ലെന്ന് പറയാൻ കാരണം അതാണ്. ഇത് നമുക്ക് വെള്ളം കുറച്ച് ഏറെ നിന്ന് കഴിഞ്ഞാലും ഈ പ്ലാന്റിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും അങ്ങനെ വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇല കണ്ടില്ല, നല്ല ഷൈനിങ് ആണ്, നല്ല തിളക്കുള്ള ടൈപ്പ് ഇലയാണ്. അപ്പോൾ പൊടിയൊക്കെ വരുന്ന സമയത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പൊടിയൊക്കെ വരുന്ന സമയത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാറുണ്ട്. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെ കേട്ടോ. അത് എത്ര കണ്ടീഷനിൽ നമുക്ക് ഡാർക്ക് ലൈറ്റ് ആയാലും നമുക്ക് വെക്കണ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ഹെവി ലൈറ്റ് കൂടിയാലും ഡയറക്റ്റ് സൺലൈറ്റിൽ വന്നാലും കുഴപ്പമൊന്നും ഇതിൽ വരാറില്ല. ഇനി ഇതിൻ്റെ തന്നെ ഈ പ്ലാന്റിനെ നമ്മൾ പിന്നെ ഇത് ചെറിയൊരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചൊരു സംഗതിയാണ് ഈ കാണുന്നത്. ഈ പോട്ട് ഒരു ആൻറ്റിക് പീസാണ് ഈ ഒരു പോട്ട്. കാരണം ഏകദേശം ഒരു 40 വർഷത്തോളം പഴക്കം അതിനുണ്ട്. ഇത് അമ്മയുടെ വീട്ടിൽ പിന്നെ അവർ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരുന്ന, അച്ചാർ ഇട്ട് വെച്ചിരുന്ന ഒരു പാത്രമാണത്. അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ അവിടെ ഇട്ട് വെച്ചെന്ന് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏകദേശം ഇതിന് അടപ്പ് പൊട്ടിയ സമയത്ത് ഇത് ഒഴിവാക്കിയിട്ട് ഇത് അവിടെ കളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ അവിടെ പോയ സമയത്ത് ഇത് എടുത്തുകൊണ്ട് വന്ന് നമ്മളിതിലേക്ക് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ഒന്ന് പ്ലാന്റ് ചെയ്തതാണ്. ഇതിൽ നോക്കി, ഇതിൽ ഡ്രെയിനേജ് ഒന്നുമില്ല. നമ്മൾ വെള്ളം പുറത്തു പോകാനൊരു ഹോളൊന്നും ഇതിനില്ല. അത്രയൊരു പോട്ടാണ്, നമുക്കറിയാലോ സെറാമിക്കിൻ്റെ പോട്ടാണ്, പൊട്ടിക്കാനൊക്കെ പ്രയാസമാണ്. പക്ഷെ ഇതിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടും ഒരു കുഴപ്പവും ഇതിന് വന്നിട്ടില്ല. നനവ് ഇപ്പോഴും ആ മണ്ണിലുണ്ട്, ഇതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നനയ്ക്കുന്നതാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിന് നനവ് വരുന്നതാണ്. ഇതിനൊരു കുഴപ്പം വന്നിട്ടില്ല. അതാണ് ഈ ഒരു സർവൈവൽ ശേഷി വളരെ കൂടുതലുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഈ ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ചെടിയാണിത്. ഇത് അഗ്ലോണിമ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. ഇത് നമുക്ക് ചൈനീസ് എവർഗ്രീൻ എന്ന പേരിലും ഈ ചെടിക്ക് പറയാറുണ്ട്. കോമൺലി പറയുന്നൊരു പേരാണ് ചൈനീസ് എവർഗ്രീൻ എന്നുള്ളത്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഇലയുടെ സൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു റോസ് മാർക്കിംഗ് ഉണ്ട് അല്ലേ. ഇതിന് ഈ അഗ്ലോണിമന് പല വെറൈറ്റി അഗ്ലോണിമ ഉണ്ട്. ഇതിൻ്റെ ഒരു ഇലയുടെ കളർ അനുസരിച്ചിട്ടാണ് ഈ അഗ്ലോണിമയ്ക്ക് പേര് പറയാറുള്ളത്. അതായത് ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ യെല്ലോ, ഡയമണ്ട്, അങ്ങനെ പല പേരുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തുള്ളത് 2 വെറൈറ്റിയാണുള്ളത്. ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണ് ഈ ചെടിക്കുള്ളത് കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോണ തരത്തിലാണ്. ഇലയൊക്കെ നല്ല രസമാണ്, കളറൊക്കെ നടുക്കുള്ള ഉണ്ടല്ലോ, ഒരു സ്റ്റേഷനൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതേ പറഞ്ഞ പോലെ തന്നെ വെള്ളം വളരെ കുറച്ച് മാത്രമേ ഈ ചെടിക്ക് വേണ്ടുള്ളൂ. ഈ അഗ്ലോണിമയ്ക്ക് വളരെ കുറച്ച് വെള്ളം മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ഒരു ടെൻഡൻസി ഈ ചെടി കാണിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വെക്കാറ്, ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഇതിന് നേരിട്ട് കൊടുക്കരുത്. നമ്മളിത് കൂടുതലും വെക്കാറില്ല വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡിലാണ് കൂടുതൽ ഈ ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പിന്നെ ഓവർ കെയറിങ് ഒന്നും വേണ്ട ഒരു ചെടിയല്ല നമുക്ക് വേണമെങ്കിൽ ഈ അഗ്ലോണിമേനെ പറയാം. വേറൊരു വെറൈറ്റി ഉള്ളത് ഇതാണ്. ഇതൊരു പച്ച ആണിത്.
അതിൻ്റെ തണ്ട് കണ്ടില്ല നിങ്ങൾ? ഒരു മറ്റേ ചെടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ചെടിയുടെ ഇലയുടെ തണ്ട് മുഴുവൻ എന്തായാലും ഒരു പിങ്ക് നിറത്തിലായിരുന്നു. ഇത് ഫുള്ള് ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. ലോലായിട്ട് തന്നെ വെക്കല് കുറേ കാലം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കുറച്ച് പുറത്തേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി. നമ്മുടെ വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റിലെ ഏറ്റവും കൂടുതൽ ഒരു ബുഷിയായിട്ട് വളർന്ന് നിൽക്കുന്ന ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ചെടി എല്ലാവർക്കും പരിചയമുള്ളതാണ്. സിങ്കോണിയ എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമുള്ളൊരു ചെടിയായിട്ട് നമ്മളിത് ഈ കാണുന്നൊരു ചെറിയൊരു തണ്ടാണ് ഈ ചെടിയുടെ നമ്മൾ കൊണ്ടുവച്ചിരുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചട്ടിയിൽ വളർന്നിട്ടുണ്ട്. പെട്ടെന്ന് വളർന്നൊരു ചെടിയാണ്. അപ്പം വെള്ളവും വളരെ കുറവ് മതി. ഹാർട്ട് ടു നമ്മൾ നേരത്തെ ഈ ഫിലോഡെൻഡ്രോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഹാർട്ട് ടു കില്ലെന്ന് പറഞ്ഞത്, അതേപോലെ അതേ വിഭാഗത്തിൽ പെടുത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ സിങ്കോണി എന്ന് പറയുന്നത്. ഏത് കണ്ടീഷനിലും വളരും ഇതിപ്പോൾ ഡിം ലൈറ്റ് ആയാലും ബ്രൈറ്റ് ലൈറ്റ് ആയാലും വളരും. ബ്രൈറ്റ് ലൈറ്റിലാകുമ്പോൾ ഒരു പ്രത്യേകത എന്താ, ഈ കാണുന്ന പോലെ ഒരു ലൈറ്റ് കൂടുമ്പോൾ ഇലയുടെ കളറിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഈ സിങ്കോണി എന്ന് പറയുന്ന ചെടി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനായിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് പല പോട്ടിൽ ഇതിന് റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇതൊരു പൈപ്പാണ്. ഒരു പൈപ്പ് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചെടി നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിൽ ഈ കാണുന്നത് പക്ഷേ വളം കൂടിപ്പോകൊണ്ട് പെട്ടെന്ന് കയറിപ്പോയതാണ്. നമുക്ക് ഏത് സിറ്റുവേഷനിൽ നമുക്ക് അതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ പറ്റണം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതൊരു ഈ ഇന്റർലോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ തറയിലൊരു സ്പേസ് വന്നു. അപ്പോൾ അവിടെ ഒരു 1-2 ഒരു ചെടി നമ്മൾ കൊണ്ടുവച്ചായിരുന്നു. അത് വളരെ പെട്ടെന്ന് അവിടെ വളർന്ന് തിക്കായിട്ട് അവിടെ വളർന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഈ സിങ്കോണിയുടെ ഒരു പുതിയൊരു വെറൈറ്റി കൂടി കിട്ടിയിട്ടുണ്ട്. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഇപ്പോൾ കിട്ടിയത് പക്ഷേ പിങ്കാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവച്ചിട്ട് ചുരുക്കം ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും ഇതിന് പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. നമുക്കിത് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഈ സിങ്കോണിയ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. എനിക്ക് വീട്ടിലെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഇൻഡോർ ചെടികളൊന്നാണ് ഇത് അലോക്കേഷ്യ. അലോക്കേഷ്യ ഫെമിലിയർ ആകും. പലതരത്തിലുള്ള അലോക്കേഷ്യ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നോക്കി ഞങ്ങളൊരു ഏതൊരു മൃഗത്തിൻ്റെ തല പോലെയൊക്കെ തോന്നുന്നില്ലേ? അമ്മ ഇങ്ങനെ പറയും മാൻ്റെ തല എന്നൊക്കെയാണ് അമ്മ അതിനെ പറയാറുള്ളത്. നല്ലൊരു രസമാണ് ഇതിൻ്റെ. ഈ ഇല ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഭയങ്കര നമുക്ക് ടച്ച് ചെയ്ത് തന്നെ അറിയാം, ഭയങ്കര സോഫ്റ്റാണിത്. ഇതിൻ്റെ അടിഭാഗം നോക്കിയിട്ടുണ്ടോ, പ്രത്യേക ഒരു കളറുണ്ട്, ലൈൻസൊക്കെ കുറച്ച് കൂടുതലാണ്. ഇതും വെള്ളം കുറച്ച് മാത്രം വേണ്ട ഒരു ചെടിയാണ്. ഒരുപാട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മളിതിന് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, സെപ്പറേറ്റ് ചെയ്ത് പോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ തന്നെ ഇതിപ്പോൾ കൂടുതൽ വളർന്ന് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡോറിൽ നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. ലോ ലൈറ്റ് മതി. കൂടുതലായിട്ടുള്ള ഹെവി ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇലയ്ക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് ഒരൊറ്റ ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നമ്മൾ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മളിവിടെയുള്ള ചെടികളൊക്കെ തന്നെ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എക്സ്പോഷർ കൊടുക്കാറില്ല ഒരു ചെടിയും. എല്ലാം നമ്മൾ ഈ സിറ്റ് ഔട്ടിലെ ഈ ഒരു ലോ ലൈറ്റിൽ തന്നെയാണ്, ലൈറ്റ് പിന്നെ കുറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ് നമ്മളെപ്പോഴും ഈ ചെടികളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. ZZ പ്ലാന്റ് എന്ന് പറയും പേര്. ഇതിന് നമ്മളിതാ ഫുൾ നെയിം കൊടുക്കുന്നുണ്ട്, വലിയൊരു പേരാണ്. ഇതും ഇതേപോലെ ഈ ഒരു ചെടി നമ്മൾ ഒരു ചെറിയൊരു കുഞ്ഞൊരു തണ്ടാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു വില 250 രൂപയായിരുന്നു തോന്നുന്നു ആ ഒരു ഇതിൻ്റെ വില വന്നത്. ചെറിയൊരു തണ്ടായിരുന്നു അത്. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 1 ഇയറോളം ആവാനായിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ. ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചട്ടി നിറയെ പെട്ടെന്ന് ഈ ചെടി എന്ത് ചെയ്യും, ഫില്ലാവുകയാണ് ചെയ്യുന്നത്. ഈ ചെടിയുടെ ഇല വരുന്ന നല്ല രസമാണ്. നമ്മൾ ഈ പൂ മൊട്ട് വിരിഞ്ഞു വരില്ല, അതിനുള്ള ഇതൾ വിരിഞ്ഞു വരില്ലേ, അതുപോലെ ഈ ഒരു ചെടിയുടെ ഒരു അറ പോലെ ഇതിനുള്ളിൽ എന്ത് ചെയ്യും, ഈ തണ്ടും ഇല അടക്കം പെട്ടെന്ന് പുറത്തേക്ക് വരും. ആ ഇല കാണാൻ നല്ല രസമാട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നീട് അത് അവിടുന്ന് വളർന്ന് തണ്ടിന് വലിപ്പം കൂടുകയും അതേപോലെ തന്നെ ഇല എന്ത് ചെയ്യുന്നു, കളറ് ഈ കാണുന്ന പോലെ തിക്കായിട്ടുള്ള ഗ്രീനായിട്ട് മാറുകയും ചെയ്യും. നല്ല കട്ടിയുള്ള ഇലയാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുറച്ച് മതി. വാട്ടർ പ്ലാന്റ് ആയിട്ടും വെക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. വാട്ടർ പ്ലാന്റ് വെച്ച് നോക്കിയിട്ടില്ല. അതിൻ്റെ ഈ ഇല കുറച്ചൊന്ന് വൃത്തിയാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊടി നല്ലപോലെ അടിക്കാൻ ചാൻസ് ഇതിന് കൂടുതലാണ്, ഈ ചെടിക്ക് കൂടുതലാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണെന്നുള്ളത് ഈ അടുത്തായിട്ട് അറിഞ്ഞത്. നമ്മൾ ഈ പറമ്പിലൊക്കെ ഇതിങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്, ഒരു കാട് പിടിച്ച പോലെ വളരുന്നത്. പക്ഷെ ഇത്രയും ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണെന്നുള്ള ഈ അടുത്താണ് നമുക്കിത് ശ്രദ്ധിച്ചത്. അപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഇത് വെച്ചു, പെട്ടെന്ന് വളരെ വലുതായിട്ട് ഇതങ്ങ് വളർന്നിട്ടുണ്ട്. ഇതും പറഞ്ഞ പോലെ തന്നെ
നനവൊന്നും അധികം വേണ്ട. ഏത് കണ്ടീഷനിലും എങ്ങനെ എത്ര ഒരു ടൈറ്റായിട്ടുള്ള കണ്ടീഷനാണെങ്കിലും പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ പൂവുണ്ടാവുന്നുണ്ട്. നമുക്കൊരു വേറെ വെച്ചതിലൊരു പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഇത്ര ഒരു ടൈറ്റ് കണ്ടീഷനാണെങ്കിലും വളരും. വെളിച്ചമില്ലെങ്കിലും പ്രശ്നമില്ല, വെള്ളം അധികം ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്തൊരു ചെടിയാണത്. ഇനി ഇതിൻ്റെ നമുക്ക് ഒരു വേറൊരു പ്ലാന്റ് ചെയ്തത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തെ ഇത് ഏട്ടൻ ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ മുള കുറച്ച് കിട്ടിയപ്പോൾ ആ മുള ഉപയോഗിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് ഇല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ കഴിയുന്ന ഇതാണ്. ഇനി ഈ ചെടിയുടെ തന്നെ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ്, ഒരുപാട് വെറൈറ്റി സ്നേക്ക് പ്ലാന്റിനുണ്ട്. ഇത് ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയതാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര കട്ടിയാണ്, നല്ല കട്ടിയുള്ളൊരു ഇലയാണത്. നമ്മളിത് ഇതേപോലെ ഒരു സ്പേസ്, നമ്മൾ നേരത്തെ സിങ്കോണിയ പറഞ്ഞില്ലേ, സിങ്കോണിയ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പേസിൽ ഇതേ സ്നേക്ക് പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതായി കാണുന്നത്. ഇതിപ്പോൾ കുറേ നമ്മൾ വെച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ അവിടെ വല്ലപ്പോഴും ഒക്കെ വെള്ളം ചെല്ലുന്നുള്ളൂ. അത് നല്ലപോലെ വളരുന്നുണ്ട്. നമ്മളടുത്ത് കാക്ടസിൻ്റെ ഒരു 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി ഉള്ളൂ. ഒരുപാട് വെറൈറ്റി കാക്ടസുകളുണ്ട്. ഇപ്പം ഇത് ഒരു വെറൈറ്റിയാണ്. ഇതൊരു ചെടിയും ഇത് നമുക്ക് ഈ അടുത്ത് കിട്ടിയൊരു ചെടി കേട്ടോ. ഇത് ഇപ്പം നോർമലി നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാക്ടസാണ്. ഇതിങ്ങനെ ഇവിടുന്ന് കൂടുതൽ വന്നിട്ട് സ്റ്റെമ്മ് വന്നിട്ട് ഫില്ലാവുന്നൊരു ചെടിയാണ്. ഈ 2 കാക്ടസും ഇത് വേറെ വെറൈറ്റി അല്ല. ഇത് രണ്ടും ഈ 2 ചെടികളും ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്നു. ഒരേ ചെടിയുടെ തന്നെ ആയിരുന്നു. ഇതിന് കൂടുതൽ സ്റ്റെമ്മ് വന്നിട്ടുണ്ട്. രണ്ടും ഒരേ ചെടി തന്നെയാണ്. ചെറിയ വ്യത്യാസം, നമ്മൾ വരുത്തിയ വ്യത്യാസം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഈ കാണുന്ന ചെടിയുടെ മുകൾ ഭാഗം ഒന്ന് മുറിച്ചപ്പോൾ അവിടെ കൂടുതൽ സ്റ്റെംസ് അവിടെ വന്നു. അങ്ങനൊരു സംഭവിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയെടുത്തൊരു പോട്ടാണ്. ഈ കാക്ടസ് ജസ്റ്റ് നടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പോട്ടായിരുന്നു. ആ സ്നേക്ക് പ്ലാന്റിന് വെച്ചതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കാക്ടസിൻ്റെ വേറൊരു വെറൈറ്റി നമ്മുടെ വീട്ടിലല്ല, തൊട്ട് താഴെ ഒരു വീടുണ്ട്. നമ്മൾ തൊട്ട് അയൽവക്കത്തുള്ള വീടാണ്. അവിടെ ഈ വലിയ ചെടി അവിടുത്തെ ആണ്. ഏകദേശം 20 വർഷത്തോളം പഴക്കം ഈ ചെടിക്കുണ്ട്. ഇതിൽ ഒരുപാട് പൂവുണ്ടാവുന്നത് കേട്ടോ. ഈ കാണിച്ച പൂവ് നമ്മൾ കഴിഞ്ഞ മാസത്തിലുണ്ടായ പൂവാണെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർന്നിട്ടില്ലേ, ഇനിയും ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് വരും വീഡിയോകൾ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ രസകരമായ വീഡിയോകളായിട്ട് നമുക്ക് വളരെ വേഗം കാണാം. ബൈ.